സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്ന് എല്ലാവരും വ്രതങ്ങൾ ആചരിക്കാറുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട വ്രതങ്ങളാണ് ആഴ്ചവ്രതങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ ഓരോ ദിവസവും ആചരിക്കേണ്ട വ്രതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി ഞായറാഴ്ച വ്രതങ്ങളുടെ ആചരണം എങ്ങനെയാണെന്ന് പറയാം. ആദിത്യ ദശാകാലം പലർക്കും പലതരത്തിലും കഠിനദോഷങ്ങൾ ഉണ്ടാക്കി തീർക്കും. ശാരീരികമായും മാനസികമായും അനേകം ദുഃഖങ്ങൾ ആദിത്യൻ പ്രതികൂലമായി വരുമ്പോൾ പ്രദാനം ചെയ്യാറുണ്ട്. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, സ്വജനദോഷം, ധനനഷ്ടം, അലച്ചിൽ എന്നിവയാണ് മുഖ്യം. പ്രസ്തുത ദോഷശാന്തിക്ക് പരിഹാരമായി ആദിത്യ സേവ ചെയ്യുന്നതിൽ മുഖ്യമാണ് ഞായറാഴ്ച വ്രതം. മേടമാസത്തിൽ സൂര്യൻ ഉച്ചത്തിലെത്തുമ്പോൾ ദോഷങ്ങൾക്ക് കാഠിന്യം കൂടും. ഈ വിഷമത ഒഴിവാക്കുന്നതിനായി ഞായറാഴ്ചയും സപ്തമി തിഥിയും ഒത്തുവരുമ്പോൾ ഞായറാഴ്ചയും ദശമിയും ചേർന്നു വരുമ്പോഴും വ്രതം അനുഷ്ഠിച്ച് സൂര്യദേവനെ ആരാധിക്കാം. സൂര്യക്ഷേത്രങ്ങൾ ഇല്ലാത്ത ദിക്കുകളിൽ ശിവക്ഷേത്രത്തിൽ ചെന്നും ആരാധനകൾ വ്രതാനുഷ്ഠാനത്തോടെ നിർവഹിക്കാം. സൂര്യദേവൻ്റെ അഷ്ടാക്ഷര മന്ത്രം വ്രതകാലങ്ങളിൽ ഉരുവിടേണ്ടതാണ്. ഓം ഘൃണീഹി സൂര്യഃ ആദിത്യഃ എന്നതാണ് അഷ്ടാക്ഷര മന്ത്രം. കൂടാതെ ആദിത്യ മന്ത്രവും ചൊല്ലണം. ഓം ആക്ഷ്ണേന രജസ വർത്തമാനോ നിവേശയന്നമൃതം മർത്യശ്ച ഹരിണ്യേന സവിതാ രഥേന ദേവോ യാതി ഭുവനാനി പശ്യൻ എന്നുള്ള മന്ത്രം കൂടാതെ ആദിത്യ സ്തോത്രം ചൊല്ലുന്നതും നല്ലതാണ്. ജപാകുസുമസങ്കാശം കശ്യപേയം മഹാദ്യുതീം തമോരിം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞായറാഴ്ച വ്രതത്തിൻ്റെ വ്രതാനുഷ്ഠാന വിധി എന്താണെന്ന് നോക്കാം. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിന് മുൻപായി തലേന്ന് ശനിയാഴ്ച ഒരിക്കലിരിക്കണം. രാത്രി ഉപവസിക്കുന്നതാണ് ഉത്തമം. വേണ്ടി വന്നാൽ ദ്രവരൂപത്തിലുള്ള പാലോ മറ്റോ കഴിക്കാം. ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപേ എഴുന്നേറ്റ് സ്നാനം ചെയ്യണം. എണ്ണ തേയ്ക്കരുത്. ആദിത്യദേവൻ്റെ മന്ത്രമോ അഷ്ടാക്ഷര മന്ത്രമോ സ്തോത്രമോ ആദിത്യ ഹൃദയമോ ഉരുക്കഴിക്കണം. സർവദോഷ നിവാരണത്തിനായി പ്രാർത്ഥിക്കണം. ഉപവാസവ്രതമാണ് ഉത്തമം. ഗോതമ്പ്, റവ എന്നിവ പാലൊഴിച്ച് കഞ്ഞിയായോ പാലും പഴവും മാത്രം ഭക്ഷിച്ചോ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കാം. എണ്ണയും ഉപ്പും ഉപയോഗിക്കരുത്. ചുവന്ന പുഷ്പങ്ങളാൽ ആദിത്യനെ ആരാധിക്കണം. ശിവക്ഷേത്രത്തിൽ കൂവളത്തില കൊണ്ട് അർച്ചന, രുദ്രാഭിഷേകം എന്നിവ ചെയ്ത് ശിവപ്രീതി നേടണം. ഞായറാഴ്ച വ്രതം 12, 18, 41 എന്നീ ക്രമക്കണക്കുകളിലാണ് അനുഷ്ഠിക്കേണ്ടത്. വ്രതം കാലം കൂടുമ്പോൾ ബ്രാഹ്മണ പ്രീതിക്കായി ദമ്പതി പൂജ ചെയ്യുന്നത് നല്ലതാണ്. പാവങ്ങൾക്ക് ഭോജനം നൽകി ശക്തിക്കൊത്ത വിധം ദക്ഷിണയും നൽകി വ്രതാനുഷ്ഠാനം സമാപിപ്പിക്കാം. ആദിത്യ കൃപയാലും മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടും ദശാകാലദോഷം ബാധിക്കുകയില്ലെന്നാണ് ഫലശ്രുതി. സർവൈശ്വര്യത്തിന് സൂര്യപൂജയായ പൊങ്കാലയിടാറുണ്ട്. അതും ഞായറാഴ്ച വ്രതവും വ്യത്യസ്തമാണ്. അടുത്ത ആഴ്ചവ്രതമാണ് തിങ്കളാഴ്ച വ്രതം. ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും അഭിവൃദ്ധിക്കുമായി പത്നി ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം താൻ ദീർഘമാംഗല്യത്തോടെ നീണാൾ വാഴണമെന്ന ഉദ്ദേശത്തോടെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നു. ഭർതൃദോഷം ജാതകവശാൽ കാണപ്പെട്ടാലും വൈധവ്യ ദുഃഖം ബാധിക്കാതിരിക്കാൻ
സോമവാര വ്രതമനുഷ്ഠാനത്താൽ കഴിയുമെന്നാണ് അനുഭവം. തിങ്കളാഴ്ച വ്രതം മംഗല്യ സൗഭാഗ്യം കൈവരുന്നതിനായി വിവാഹം കഴിയാത്ത കന്യകമാരും അനുഷ്ഠിച്ചു പോരുന്നു. ശ്രീ പാർവതീദേവിയെയും പരമശിവനെയും തിങ്കളാഴ്ച ദിവസം വ്രതാനുഷ്ഠാനത്തോടെ ആരാധിക്കുക വഴി സ്ത്രീകൾക്ക് സദ്ഗുണസമ്പന്നരായ ഭർത്താക്കന്മാരോടും സത്സന്താനങ്ങളോടും ഒപ്പം ജീവിതം നയിക്കാൻ സാധ്യമാകുന്നു. വ്രതാനുഷ്ഠാന വിധി ഇനി പറയുന്നതാണ്. മാസത്തിൽ ആദ്യം വരുന്ന തിങ്കളാഴ്ചയ്ക്ക് മഹത്വം കൂടും. അന്ന് മുതൽ എല്ലാ തിങ്കളാഴ്ചയും സോമവാരവ്രതം അനുഷ്ഠിക്കാം. തിങ്കളാഴ്ച രാവിലെ തന്നെ എഴുന്നേറ്റ് ദേവീദേവന്മാരെ ഭക്തിപൂർവം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സ്നാനം ചെയ്ത് ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാക്കണം. ഭസ്മം ജലം തൊട്ട് നനച്ച് നെറ്റിയിൽ ധരിക്കണം. രുദ്രാക്ഷവും ശരീരത്തിൽ അണിയാം. വെളുത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഓം നമഃശിവായ പഞ്ചാക്ഷര മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രോപവാസം അനുഷ്ഠിക്കണം. ദേവനെ ഭക്തിപൂർവം വന്ദിക്കണം. ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് പ്രണമിച്ച ശേഷം ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് ശിവപുരാണം, ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുകയോ ശിവമന്ത്രം ജപിക്കുകയോ ചെയ്യുന്നത് ഉത്തമം. ഭഗവാരാധനയ്ക്കായി വില്ലുദളം അല്ലെങ്കിൽ കൂവളത്തില ശുദ്ധമാക്കി ശേഖരിക്കണം. ശിവപൂജയ്ക്ക് വില്ലുദളം, താമര, ശിവമല്ലി, തുമ്പ, ഉമ്മത്തിൻ പൂവ്, വാഗപ്പൂവ് എന്നീ പൂക്കളും ഉപയോഗിക്കാവുന്നതാണ്. ബിംബാലങ്കാരം, ധാര, അഭിഷേകം, പുഷ്പാഞ്ജലി എന്നിവ ചെയ്ത് ഭഗവാനെ പ്രസന്നനാക്കാം. ഭദ്രദീപം, സുഗന്ധധൂപങ്ങൾ, പായസം, തിരുമധുരം, നല്ല പാകം വരുന്ന മധുരഫലങ്ങൾ എന്നിവ ദേവനായി നിവേദിക്കാം. സായാഹ്നത്തിലും സ്നാനം ചെയ്ത് ക്ഷേത്രത്തിൽ ചെന്ന് ആരാധനയിലും അഭിഷേകത്തിലും പങ്കുകൊള്ളണം. ശംഖാഭിഷേകം ചെയ്യുന്ന വഴി സമസ്ത പാപങ്ങളും നശിക്കും. ശിവപാർവതിമാരെ പീഠത്തിൽ സങ്കല്പിച്ച് പീഠാർച്ചന ചെയ്താൽ സർവ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും. 3.5 നാഴിക രാച്ചെന്നാൽ സ്നാനം ചെയ്ത് പാരണമീട്ടണം. ഉറങ്ങരുതെന്നാണ് വിധി. പകലും രാത്രിയും നിദ്ര ഒഴിവാക്കണം. മുൻകാലങ്ങളിലുള്ള വ്രതനിഷ്ഠയ്ക്ക് ഇപ്പോൾ അത്ര തന്നെ പ്രാബല്യമില്ലെന്നതും പ്രസ്താവ്യമാണ്. ക്ഷേത്രോപവാസത്തിന് സമയവും സൗകര്യവും വേണ്ടത്ര കിട്ടാറില്ലെന്നതാണ് കാരണം. ക്ഷേത്രാരാധന കഴിഞ്ഞാൽ ഇളനീരോ നാരങ്ങാനീരോ ക്ഷീണം തീർക്കാനായി കഴിക്കുന്നവരും ഉണ്ട്. ഉത്തമമായ ഭക്തിയും വിശ്വാസവും ആരാധനയും അനുഷ്ഠാനങ്ങളോടൊപ്പം കൂടിയേ തീരൂ. വിധിപ്രകാരമുള്ള വ്രതാനുഷ്ഠാനത്താൽ മാത്രമേ പൂർണ്ണഫലം സിദ്ധിക്കുകയുള്ളൂ. വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കണമെന്ന് തോന്നുന്ന പക്ഷം ബ്രാഹ്മണ ദമ്പതികളെ കാൽ കഴുകിച്ചു കൂട്ടി വ്രതസമാപ്തി വരുത്തണമെന്നാണ് വിധി. അർഹതയുള്ള പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതായിരിക്കും ഇക്കാലത്ത് സൗകര്യപ്രദം. കാർത്തിക മാസത്തിൽ സോമവാരവ്രതം വളരെ വിശേഷപ്പെട്ടതായി കരുതപ്പോരുന്നു. കാർത്തികയിലെ 4 തിങ്കളാഴ്ചയും ധനുമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയും അടക്കം 5 തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ച് ബ്രാഹ്മണ പ്രീതി വരുത്തി വ്രതം സമാപിക്കുന്ന സമ്പ്രദായവും ഉണ്ട്. ഉമാമഹേശ്വര പ്രീതിയാൽ സർവ്വ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും. സർവ്വ പാപങ്ങളും ദുരിതങ്ങളും ക്ഷയിച്ച് ശിവസായുജ്യം നേടാൻ സംഗതിയാകും എന്നതാണ് സോമവാര വ്രതാനുഷ്ഠാനത്തിൻ്റെ ശ്രേഷ്ഠമായ ഫലം. തിങ്കളാഴ്ച വ്രതം ഒരിക്കലിരുന്നും സ്ത്രീകൾ അനുഷ്ഠിക്കാറുണ്ട്. ഭഗവത് കാരുണ്യത്താൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കുമെന്ന വിശ്വാസത്തിന് ഏറെ പ്രചാരവുമുണ്ട്. അടുത്തത് ചൊവ്വാഴ്ച വ്രതത്തിൻ്റെ പ്രാധാന്യമാണ്. മംഗളചണ്ഡികയായ ദേവിയുടെ പ്രീതിക്കായി ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കാം. ജാതകദൃഷ്ട്യാ ചൊവ്വാദശാകാലത്ത് പല ദോഷങ്ങളും സംഭവിക്കാനിടയുണ്ട്. ചൊവ്വ ആയുധത്തിൻ്റെയും അഗ്നിയുടെയും കാരകനായിട്ടാണ് അറിയപ്പെടുന്നത്. ആയുധങ്ങൾ മൂലം ഉണ്ടാകാനിടയുള്ള ക്ഷതങ്ങൾ, മുറിവുകൾ, ശസ്ത്രക്രിയ, ധനനാശം, ബന്ധനം തുടങ്ങിയ ദോഷങ്ങൾ ചൊവ്വാദശയിൽ ഉണ്ടായെന്നു വരാം.
അഗ്നിബാധയും അതുമൂലമുള്ള ഭയങ്ങൾക്കും ഇടയുണ്ടാവും. സ്ത്രീകൾക്ക് ആർത്തവദോഷം, ഗർഭമലസൽ, വന്ധ്യത എന്നീ ദോഷങ്ങളും സംഭവിച്ചെന്ന് വരാം. ചൊവ്വയെ ഭഗവതിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ബന്ധിച്ചാണ് പറയപ്പെടുന്നത്. ദോഷ പരിഹാരാർത്ഥം ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനത്തോടെ ദേവിയെ ആരാധിച്ച് പ്രസന്നയാക്കാം. ചൊവ്വ വ്രതത്തിൻ്റെ അനുഷ്ഠാനവിധി ഇനി പറയുന്നതാണ്. മംഗളചണ്ഡികയ്ക്ക് കടും മധുരപ്പായസവും രക്തപുഷ്പാഞ്ജലിയും ചുവന്ന മലരുകളും പ്രധാനമായി കരുതുന്നു. വ്രതം അനുഷ്ഠിക്കുന്നവർ ഉപവാസമിരുന്ന് ദേവീക്ഷേത്രത്തിൽ ചെന്ന് വന്ദിച്ച് പ്രദക്ഷിണം ചെയ്ത് ദേവീ മാഹാത്മ്യമോ ദേവീ ഭാഗവതത്തിലെ മംഗളചണ്ഡിക വ്യാഖ്യാനമോ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. സന്ധ്യയ്ക്ക് കുളിച്ച് ശുദ്ധിയോടെ ക്ഷേത്രാരാധനയിൽ പങ്കുകൊണ്ട് വീട്ടിൽ തിരിച്ചെത്തി നൈവേദ്യം ഭക്ഷിച്ച് വ്രതസമാപ്തി വരുത്തണം. ആപത്തിൽ ദേവീഭജനം എത്ര ഉത്തമമാണ്. ദേവി ആപദുന്മൂല ശക്തിയാണ്. ദേവീ മാഹാത്മ്യത്തിലെ ആപത് ഉന്മൂലന സ്തോത്രം ജപിക്കുന്നതും ദോഷശാന്തിക്ക് പരിഹാരമാണ്. ശ്രീ മംഗളചണ്ഡികയുടെ മൂലമന്ത്രം ജപിക്കാവുന്നതാണ്. ഓം ഹ്രീം ശ്രീം ക്ലീം സർവപൂജ്യേ ദേവി മംഗളചണ്ഡി ഹും ഹു ഫട്ട് സ്വാഹ എന്നാണ് മൂലമന്ത്രം. ജാതകത്തിൽ ചൊവ്വാദോഷം ഉള്ളവർക്ക് ആ ദോഷം പരിഹരിച്ച് കിട്ടുവാൻ ശ്രീ മംഗളചണ്ഡികാദേവിയെ വ്രതാനുഷ്ഠാനത്തോടെ ചൊവ്വാഴ്ച ദിവസം ഉപാസമിരുന്ന് ആരാധിക്കാവുന്നതാണ്. ദോഷ സാമ്യമുള്ള ജാതകനായ ഭർത്താവിനെ വേഗം ലഭിക്കുവാനും സത്സന്താനങ്ങൾ ഉണ്ടാകുവാനും ദേവീകൃപയാൽ സാധ്യമാകും. അതിനു പറ്റിയ വ്രതമാണ് ചൊവ്വാഴ്ച വ്രതം. ഇനി ബുധനാഴ്ച വ്രതവും അതിൻ്റെ പ്രാധാന്യവും നോക്കാം. ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും ബുധപ്രീതിക്കായും ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കാം. വ്രതം അനുഷ്ഠിക്കുന്നവർ തലേന്ന് ഒരിക്കലിരുന്ന് പിറ്റേന്ന് ബുധനാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാത സ്നാനം നിർവഹിക്കണം. ബുധനെ നല്ലപോലെ മനസ്സിൽ ധ്യാനിക്കണം. ധ്യാന ശ്ലോകം ഇങ്ങനെയാണ്. ആത്രേയം മഹദാതിപം ഗ്രഹണ സ്വേശാനഭാഗസ്ഥിതം ബാണാകാരമുദത്മുഖം ശരലസതൂണീരബാണാസനം പീതസ്രഗ്വസദ ദ്വയധ്വജരഥ ഛത്രശ്രിയാശോഭിതം മേരോ ദിവ്യഗിരേ പ്രദക്ഷിണകരം സേവാമഹേദം ബുധം. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം ഇപ്രകാരമാണ്. ആത്രേയനും മഗധേശത്തിൻ്റെ അധിപനും ഗ്രഹങ്ങളിൽ ഈശാന കോണിൽ സ്ഥിതി ചെയ്യുന്നവനും ബാണാകൃതിയോടുകൂടിയവനും വടക്കോട്ട് അഭിമുഖമായി ഇരിക്കുന്നവനും കരങ്ങളിൽ ശരങ്ങൾ നിറഞ്ഞ ആവനാഴിയും വില്ലും ധരിച്ചിരിക്കുന്നവനും മഞ്ഞ നിറത്തിലുള്ള മാലകളാലും വസ്ത്രങ്ങളാലും കൊടിമരം, രഥം, വെൺകൊറ്റക്കുട എന്നിവയാലും ശോഭിക്കുന്നവനും ദിവ്യമായ മേരൂപർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യുന്നവനുമായ ബുധനെ ഞാൻ സേവിക്കുന്നു. ബുധനാഴ്ച വ്രതത്തിൻ്റെ അനുഷ്ഠാനക്രമം ഇങ്ങനെയാണ്. സമസ്ത വിദ്യകളെയും കനിഞ്ഞരുളുന്ന ദേവനാണ് ബുധൻ. ബുധവ്രതം ഉപവാസമിരുന്നും അല്ലെങ്കിൽ സാധാരണ വ്രതങ്ങളിൽ എന്ന പോലെ ലഘുവായ ഭക്ഷണം കഴിച്ചും അനുഷ്ഠിക്കാവുന്നതാണ്. സ്നാനം ചെയ്ത ശേഷം വ്രതമനുഷ്ഠിക്കുന്നവർ പച്ച നിറമുള്ള വസ്ത്രം ധരിക്കണം. ശ്രീരാമക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ചെന്ന് ദർശനം നടത്തണം. മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലുമുള്ള പുഷ്പങ്ങളാൽ അർച്ചനയും ആരാധനയും ചെയ്യുന്നത് ബുധപ്രീതിക്ക് ഉത്തമമാണ്. വിദ്യാർത്ഥികൾക്ക് ബുധാരാധന നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും തെളിഞ്ഞ ബുദ്ധിയും വിദ്യയും സിദ്ധിക്കുന്നതിനും ഏറെ സഹായകമാകും. ബുധദശാകാലമുള്ളവരും ബുധ അപഹാരത്തിലും ഈ വ്രതം ഗുണം ചെയ്യും. ബുധദശാപഹാരങ്ങളിൽ കർണസംബന്ധമായ രോഗങ്ങൾ
ചെവി കേൾക്കാതിരിക്കൽ, ആസന്ന മരണം എന്നിവ ഗ്രഹപ്പിഴകളുടെ കാഠിന്യമനുസരിച്ച് സംഭവിച്ചേക്കാം. ആവിധ ദോഷശാന്തിക്കായും ബുധനെ പ്രസന്നമാക്കണം. ആരാധനയും വ്രതാനുഷ്ഠാനവും കൊണ്ട് ബുധപ്രീതി നേടാം. ഈ അനുഷ്ഠാനങ്ങളാൽ ഐശ്വര്യവും ധനലാഭവും ഉണ്ടാകും. ശനിദശയിലെ രോഗാദികൾ പോലും ബുധപ്രീതിയാൽ തീർന്നു പോകുമെന്നാണ് ഫലശ്രുതി. അടുത്തത് വ്യാഴാഴ്ച വ്രതമാണ്. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് ഇനി പറയുന്നുണ്ട്. വ്യാഴാഴ്ചയ്ക്ക് ഗുരുവാരം എന്നും പറയാറുണ്ട്. വ്യാഴാഴ്ച ദശാകാലങ്ങളിൽ ചില സമയം വ്യാഴം അനുകൂലമല്ലാതെയും വരാറുണ്ട്. അക്കാരണത്താൽ രോഗം, ഭയം, ദാരിദ്ര്യം എന്നിവ ദുഃഖത്തിന് ഇട നൽകും. ഗ്രഹപ്പിഴ തീർന്നു കിട്ടിയാൽ വ്യാഴഭഗവാനെ പ്രസാദിപ്പിച്ച് വിധിയനുസരിച്ച് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. വ്യാഴാഴ്ച വ്രതത്തിൻ്റെ അനുഷ്ഠാന രീതി ഇങ്ങനെയാണ്. വ്യാഴാഴ്ച കാലത്തെഴുന്നേറ്റ് വിഷ്ണു സ്മരണയോടെ പ്രഭാത സ്നാനം നിർവഹിക്കണം. അന്ന് ജലപാനം പോലും ചെയ്യാതെ ഉപാസമിരിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് വന്ദിച്ച് പ്രദക്ഷിണം വയ്ക്കണം. ഗുരുവിനെ വന്ദിക്കുമ്പോൾ വന്ദന ശ്ലോകം ഉരുവിടുന്നതും ഗുരുപ്രീതിക്ക് നല്ലതാണ്. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്നതാണ് വന്ദന ശ്ലോകം. ബൃഹസ്പതിയെ ധ്യാനിച്ച് മന്ത്രം ഉരുക്കഴിക്കുന്നതും ഗ്രഹപ്പിഴകളിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ സഹായമാകുന്നതാണ് ഈ മന്ത്രം. ഓം ബാർഹസ്പത്യായ വിദ്മഹേ ദേവാചാര്യയ ധീമഹി തന്നോ ബൃഹസ്പതി പ്രചോദയാത്. ഭഗവാന് തുളസീദളങ്ങളാലും മഞ്ഞപ്പൂക്കളാലും അർച്ചന, ഭദ്രദീപം തെളിയിക്കൽ, പാൽപ്പായസ നൈവേദ്യം എന്നിവ ആരാധനാവേളയിൽ അർപ്പിക്കേണ്ടതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കണം. സായാഹ്നത്തിലും കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് ദീപാരാധനയിൽ പങ്കുകൊള്ളണം. ക്ഷേത്രാരാധനയ്ക്കു ശേഷം തിരിച്ചു വന്ന് നൈവേദ്യത്തിൽ അല്പം കഴിച്ച് ഉപവാസവ്രതത്തിന് സമാപ്തി വരുത്തണം. ഗ്രഹാചാര ദോഷങ്ങൾ ലഘുവാണെങ്കിൽ വ്യാഴാഴ്ച ഓരോ നേരം ഇരുന്നും വ്രതം ആചരിക്കാം. വിഷ്ണു ക്ഷേത്രം അകലെയാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കാം. ഈശ്വരാരാധനയിൽ മൂർത്തിഭേദമോ ഭേദചിന്തയ്ക്കോ സ്ഥാനമില്ലെന്നതും ഓർക്കേണ്ടതാണ്. അടുത്തത് വെള്ളിയാഴ്ച വ്രതത്തിൻ്റെ ഉപാസനക്രമമാണ്. ആഴ്ചകളിൽ വെള്ളിയാഴ്ച ഐശ്വര്യത്തിൻ്റെ നാളായിട്ടാണ് അറിയപ്പെടുന്നത്. വെള്ളിയാഴ്ചയ്ക്ക് ശുക്രവാരം എന്നും പേരുണ്ട്. ശ്രീ ശുക്രാചാര്യൻ്റെ നാളെന്ന നിലയിലാണ് ശുക്രവാരം എന്ന പേര് വെള്ളിയാഴ്ചയ്ക്ക് സിദ്ധിച്ചത്. ശുക്രാചാര്യർ വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും നിറകുടമാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം ഒരാളുടെ ജാതകത്തിൽ ശുക്രദശാകാലം എത്രയും അഭ്യുന്നതിയെ നൽകാൻ പര്യാപ്തമാണെന്ന് കാണുന്നു. ജീവിതകാലത്ത് ഒരു മനുഷ്യൻ എന്തെല്ലാം നേടേണ്ടതായിട്ടുണ്ടോ ആ വക നേട്ടങ്ങളെല്ലാം ശുക്രൻ അനുകൂലമായ സാഹചര്യത്തിൽ അനുഭവയോഗ്യമാകും. സാമ്പത്തിക അഭിവൃദ്ധി, വിദ്യാഭ്യാസപരമായ കഴിവുകൾ, കവിത്വം, സാഹിതി സേവ, സത്കീർത്തി, ഭവനം, വാഹനം, സന്തുഷ്ട കുടുംബജീവിതം തുടങ്ങി എല്ലാ നന്മകളും അനുകൂല സാഹചര്യങ്ങളിൽ ഈ ശുക്രദശയിൽ ശുക്രപക്ഷത്തിൽ ലഭ്യമാകും. എന്നാൽ എല്ലാവർക്കും ഈ വക ഗുണങ്ങൾ സിദ്ധമായെന്നു വരില്ല. തന്നെയുമല്ല, ശുക്രദശാകാലം പലർക്കും പലതരത്തിലും ദോഷങ്ങൾ പ്രദാനം ചെയ്യാനും സംഗതിയാകും. ശുക്രൻ പ്രതികൂലമായി വരുമ്പോഴാണ് പ്രസ്തുത ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ധനനഷ്ടം, ഋണബാധ്യത, ബന്ധുകലഹം, ദേഹാരിഷ്ടത, തൊഴിൽ നഷ്ടം, അങ്ങനെ പലതും സംഭവിച്ചു എന്ന് വരാം. ദശാകാല ദോഷത്തിന് പരിഹാരമായി അഥവാ ശുക്രപ്രീതിക്കായി വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് ശ്രീ മഹാലക്ഷ്മിയുടെ പ്രീതി നേടണം.
വെള്ളിയാഴ്ച ദിവസം അതിരാവിലെ എഴുന്നേറ്റ് സ്വന്തം ഭവനവും പരിസരവും അടിച്ചു തളിച്ച് ശുചിയാക്കണം. വ്രതം അനുഷ്ഠിക്കുന്നവർ സർവൈശ്വര്യ പ്രദായിനിയായ ലക്ഷ്മി ഭഗവതിയെ സർവദോഷ നിവാരണത്തിനായും സർവമംഗളസിദ്ധിക്കായും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് പ്രഭാതകർമ്മങ്ങളും കുളിയും നടത്തി ശരീരവും മനസ്സും ഒരുപോലെ പവിത്രമാക്കണം. അലക്കി ശുദ്ധമായ വസ്ത്രം ധരിച്ച് ദേവീസ്മരണയോടെ തേച്ചു വെളുപ്പിച്ച നിലവിളക്കിൽ നെയ്യൊഴിച്ച് ഭദ്രദീപം തെളിക്കണം. പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിലോ ബിംബത്തിലോ തുടച്ച് ശുദ്ധമാക്കിയ ശേഷം സുഗന്ധമലരുകൾ ചൂടിക്കണം. ദേവിക്ക് പാകം വന്ന മധുരഫലങ്ങൾ നിവേദിക്കാം. അന്ന് ഉപവാസ വ്രതമായി അനുഷ്ഠിക്കേണ്ടതാണ് ഉത്തമമായിട്ടുള്ളത്. സുഗന്ധ ധൂപങ്ങൾ പുകച്ച് അന്തരീക്ഷം പരിപാവനമാക്കണം. ഗൃഹത്തിൽ ബാധിക്കാനിടയുള്ള അമംഗളങ്ങൾ ഒഴിവാകണമെങ്കിൽ ദേവിയെ വീട്ടിൽ തന്നെ ആരാധിക്കണം. സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തണം. അമ്മയെ ഭക്തിപൂർവ്വം വന്ദിച്ച് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യണം. 4 or 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാം. രാവിലെ ക്ഷേത്രദർശനം നടത്തുന്നതാണ് ഉത്തമം. ദേവ്യാരാധനയ്ക്ക് ഉചിതമായ വഴിപാടുകൾ കഴിവിനനുസരിച്ച് ക്ഷേത്രത്തിൽ അർപ്പിക്കാവുന്നതാണ്. ദേവീപ്രസാദത്തിനായി ശ്രീ മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം മനസ്സിൽ ഉരുവിടാം. ഓം ഹ്രീം ക്ലീം ഐം കമലാവാസിനൈ സ്വാഹ എന്നതാണ് മൂലമന്ത്രം. ദേവിയുടെ മംഗള ശ്ലോകവും ജപിക്കാവുന്നതാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ദർശനം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ദേവീ മഹാത്മ്യമോ ദേവീ ഭാഗവതമോ പാരായണം ചെയ്യാം. വൈകിട്ട് കുളിച്ച് ശുദ്ധമായി വീണ്ടും ക്ഷേത്ര ദർശനം നടത്തണം. ദീപാരാധനയിൽ ഭക്തിപൂർവം പങ്കുകൊണ്ട് അത്താഴ പൂജയും കഴിഞ്ഞ് ദേവിക്കായി സമർപ്പിച്ച നൈവേദ്യവും ഭക്ഷിച്ച് വെള്ളിയാഴ്ച വ്രതം സമാപ്തി വരുത്താം. വൈകിട്ട് ക്ഷേത്രത്തിൽ പോകാതെ വീട്ടിൽ ദേവി പൂജ ചെയ്യുകയും ലളിത സഹസ്രനാമം പാരായണമോ അർച്ചനയോ ചെയ്യുന്നതും ഒടുവിൽ ദേവിക്ക് പൂജിച്ച് നൈവേദ്യം ഭക്ഷിച്ച് അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം. ഉപവാസവ്രതം അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്ക് ഒരു നേരം മാത്രം ഉണക്കലരിച്ചോറ് അല്പം ഉപ്പോ മുളകോ കൂട്ടി കഴിക്കാം. കാലത്തും രാത്രിയിലും ലഘുവായി പാലോ പഴങ്ങളോ ഇളം നീരോ ആഹാരമാക്കാം. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി ഭാര്യാഭർത്തൃ കലഹം, ദാരിദ്ര്യം, രോഗാവസ്ഥ, ശത്രുബാധ തുടങ്ങിയ ശുക്രകാല ദശാകാല വിപത്തുകളെ ഒഴിവാക്കാൻ ശ്രീ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ കഴിയും. വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. അടുത്തത് ശനിയാഴ്ച വ്രതമാണ്. ശനിദശാകാലം ഏവർക്കും കടുത്ത ദോഷങ്ങളെ പ്രദാനം ചെയ്യുന്നതായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. ശനി തന്നെയും ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു. ശനിപ്പിഴ മൂലം മനുഷ്യന് നേരിടേണ്ടി വരുന്ന വിപത്തുകൾ അനവധിയാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാകാതെയും സ്ത്രീകളായ ഭൃത്യജനങ്ങളിൽ നിന്നും വിധവകളിൽ നിന്നും ദുർഭാഗ്യകളായ സ്ത്രീകളിൽ ഹേതുവായും മനോവ്യഥകൾ അനുഭവിക്കുക, രോഗബാധ, ആരോഗ്യഹാനി, അലച്ചിൽ, കുടുംബഛിദ്രം എന്നു തുടങ്ങി അനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ആ വക ദോഷശാന്തിക്കായി ശനീശ്വരനെ പ്രസന്നനാക്കണം. ശനിയാഴ്ച ശനീശ്വരൻ്റെ നാളാണ്. അന്ന് വ്രതാനുഷ്ഠാനത്തോടെ ശനീശ്വരനെ ആരാധിക്കണം. ശ്രീ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്നതും ശ്രീ ഹനുമാനെ സേവിക്കുന്നതും നവഗ്രഹങ്ങളെ പൂജിച്ച് പ്രസന്നരാക്കുന്നതും ശനിദോഷശാന്തിക്ക് ഉത്തമമാണ്. ഇനി ശനിദോഷത്തിൻ്റെ വ്രതാനുഷ്ഠാനം ഈ പറയും പ്രകാരമാണ്. ശനിയാഴ്ച ദിവസം അതിരാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ശ്രീ ധർമ്മശാസ്താവിനെ നല്ലപോലെ ധ്യാനിച്ച് കറുത്ത വസ്ത്രം ധരിച്ച് ഉപവാസമനുഷ്ഠിച്ച് സമീപത്തുള്ള ശാസ്താക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലോ ചെന്ന് ദർശനം ചെയ്ത് വന്ദിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കണം. ശാസ്താവിന് എള്ളുതിരി കത്തിക്കുകയും എള്ളു ചേർന്ന പായസം നിവേദിക്കുകയും ചെയ്യുന്നതും
ശനിദോഷ ശാന്തിക്ക് ഗുണകരമാണ്. കൂടാതെ ശനീശ്വര മന്ത്രവും ചൊല്ലേണ്ടതാണ്. ഓം ജയദേവ ജഗന്നാഥ ജയ ഭൂതദയാകര ജയ സർവസുരാധ്യക്ഷ നമസ്തേസ്തു നമോ നമഃ. ശനിയാഴ്ച വ്രതം ഒരിക്കലിരുന്നും അനുഷ്ഠിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് മാത്രം ഉണക്കലരി ചോറ് കഴിച്ച് കാലത്തും വൈകിട്ടും ലഘുപാനീയങ്ങളോ പാലോ പഴമോ ഭക്ഷിക്കാം. ശനിദശാകാലത്തെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ നിത്യവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി ഒരുരുള ചോറെടുത്ത് ശനീശ്വരനെ സങ്കല്പിച്ച് കാക്കയ്ക്ക് നൽകുന്നത് നല്ലതാണ്. കറുത്ത ഒരു കഷ്ണം വസ്ത്രത്തിൽ എള്ളെടുത്ത് കിഴി പോലെ കെട്ടി നാളികേരമുടച്ച് അതിൻ്റെ ഒരു മുറിയിൽ നല്ലെണ്ണയൊഴിച്ച് ആ എള്ളുതിരി സ്വന്തം ഭവനത്തിൽ സന്ധ്യയ്ക്ക് തെളിയിച്ച ശേഷം ശ്രീധർമ്മശാസ്താവിനെ സ്മരിച്ച് ശരണം വിളിക്കുന്നതും ദോഷത്തിന് പ്രതിവിധിയാകും. ശനിദശാകാലം അനുഭവിക്കുന്നവർ ശനിയാഴ്ച ദിവസം കാലത്ത് 6 മണിക്കും 7 മണിക്കും ഇടയിൽ ചോറും എള്ളും കലർത്തി 8 ഉരുളകളാക്കി കാക്കയ്ക്ക് നൽകുന്നതും ശനിപ്പിഴയ്ക്ക് നല്ലതായി കരുതപ്പെടുന്നു. ശ്രീ ഹനുമാന് വെണ്ണ, അവൽ എന്നിവ നിവേദിച്ച് ഹനുമാനെ പ്രാർത്ഥിക്കുന്നതും ഗ്രഹപ്പിഴയ്ക്ക് ശാന്തിയേകും.